നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMKV കുക്കിംഗ്. അപ്പോൾ നമ്മളിന്ന് എന്താ പറയുക ഉണ്ടാക്കാൻ പോണെന്ന് അറിയാമോ? നമ്മളിന്ന് ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോണേ. ഈസ്റ്റർ ആയതുകൊണ്ടും അല്ലെങ്കിൽ നോൺ വെജ് കഴിക്കാത്ത ആൾക്കാർ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾ ഉണ്ടാക്കുക, വെജിറ്റബിൾ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന്. അപ്പോൾ വെജിറ്റബിൾ ഇപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ വെജിറ്റബിൾ ബിരിയാണി അത് നല്ലൊരു ഐറ്റം ആണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് സിമ്പിളെന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ലെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിനൊക്കെ വളരെ നന്ദിയുണ്ട്. അപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ആ രണ്ട് കിലോ. അപ്പോൾ നമ്മുടെ വെള്ളം തിളക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, അതായത് പട്ട, കറയാമ്പ്, ഏലക്ക, ജീരകം, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടി, തക്കോല ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പങ്ങ ഇടുന്നു. ആ വെള്ളത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് അരി ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അരി തമ്മിൽ ഒട്ടാണ്ടിരിക്കാനോ പിന്നെ വെന്ത് പോകാണ്ടിരിക്കാനൊക്കെയാണ് ഈ നാരങ്ങ പിഴിയണം. നമ്മൾ 2 കിലോ ജീരകശാല അരിയാണ് എടുത്തേക്കണം. ജീരകശാല അരി ഇപ്പോൾ നല്ല ഫേമസ് ആണ്, നല്ല അരിയാണ്. ചെറിയ അരി ആയിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ജീരകശാല അരി എടുത്തേക്കണം. അപ്പോൾ ഇനി ഇത് വേവണ വരെ വെയിറ്റ് ചെയ്യാം. ഇത്തിരി കൂടി വേണ്ട. അതായത് അരി വെന്ത് വരുന്നുണ്ട് അത്യാവശ്യം. അതിലേക്ക് കുറച്ച് പൈനാപ്പിളും അട്ടാണിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനെടുത്ത് മാറ്റാനാണ് അതിന് മസാല ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കാൻ പോകണം. ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി പോണേ. അപ്പം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയുള്ള പൊടികളെല്ലാം സാറാസിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ സാറാസിൻ്റെ ഒരു പ്രാവശ്യം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട്. ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. സവാള ഇടുന്നുണ്ട്. അപ്പോൾ സവാള വാടാൻ വേണ്ടി കുറച്ച് ഉപ്പിടുന്നുണ്ട്. പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് മണം വരുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഗരം മസാല ചേർക്കുന്നുണ്ട്. ഗരം മസാല നല്ല സൂപ്പർ മണമുണ്ട്. അപ്പോൾ നല്ല ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല മണം വേണം. അപ്പോൾ മസാലപ്പൊടി കുറച്ച് കൂടുതൽ നമ്മൾ ചേർക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ
കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി അധികം വേണ്ട, കരിഞ്ഞു പോവും. നമ്മൾ കുറച്ച് തക്കാളി ചേർക്കുന്നുണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് അതായത് നമ്മുടെ വെജിറ്റബിൾസ് വേവിക്കാനുള്ള വെള്ളം വേണം. നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് ക്യാരറ്റാണ് ഇടുന്നത്. ക്യാരറ്റിന് വേവാൻ സമയം കൂടുതലായതുകൊണ്ട് നമ്മൾ ക്യാരറ്റ് ഒന്നിട്ട് വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർക്കാം. മൂടി വെച്ച് കഴിക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് അത്യാവശ്യം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം തന്നെ അട്ടാണിയും കൂടി നമുക്ക് ഇട്ടേക്കാം. അട്ടാണിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇതിൽ കുറവാണ്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങിനും അട്ടാണിക്കുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണം. ഉപ്പ് നല്ലോണം പിടിക്കാം. നമുക്കിത് മൂടി വെച്ച് തന്നെ വേവിക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് ബീൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ കിടന്നങ്ങോട്ട് വെന്തോളും. പച്ചക്കറികളൊക്കെ എല്ലാം അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കോളിഫ്ലവറും സോയാബീനും ചേർക്കുന്നുണ്ട്. കോളിഫ്ലവറും മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുത്താണ്. സോയാബീനും ഒന്ന് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് എടുത്താണ്. അപ്പം അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേവ് കുറഞ്ഞ സാധനങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം ഇടുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ച് എടുത്താൽ നമ്മുടെ മസാല റെഡിയാകും. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ ഐറ്റങ്ങളും കൂടി ചേർക്കണതാണ്. ബ്രെഡൊന്ന് വെറുതെ പൊരിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കണതാണ്. കഷ്ണമാക്കിയിട്ട് ബ്രെഡ് പൊരിച്ചത്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മസാല റെഡിയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല റെഡിയാണ്. അപ്പോൾ ഇനി ഇത് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ബിരിയാണി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലയും ചോറും ഒക്കെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ കറിയുടെ പുറത്തേക്ക് കുറച്ച് പൈനാപ്പിള്, പിന്നെ ഉണക്കമുന്തിരി, പിന്നെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും, പിന്നെ സവാള വറുത്തത്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഇടുന്നേ. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് പുതിനയില. ഇനി നമുക്ക് ചോറ് ഇതിൻ്റെ പുറത്തേക്ക് ഇടാം. ചോറ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് ഇതിൻ്റെ പുറത്തേക്ക് ഇടണേ.
ചോറ് നിറഞ്ഞു പോകുന്നു തോന്നണം. ഓക്കെ, കറക്റ്റാണ്ട ചോറ്. കുറച്ച് ചോറ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര ഇടുന്നുള്ളു. പിന്നെ ഇതിൻ്റെ ചോറിൻ്റെ പുറത്തേക്ക് ബാക്കി ഉണ്ടായിരുന്ന മല്ലിയില, പിന്നെ കുറച്ച് പുതിനയില, പിന്നെ നമ്മുടെ ഉണ്ടാക്കി വെച്ച വറുത്ത് വെച്ച സാധനങ്ങൾ പൈനാപ്പിളൊക്കെ എല്ലാം കൂടി ഇതിൻ്റെ പുറത്തേക്കും കൂടി ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡിയാണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് മഞ്ഞ കളർ കിട്ടാൻ കുറച്ച് മഞ്ഞപ്പൊടിയിൽ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി കലക്കി ഒഴിച്ചെന്നാലും മഞ്ഞ കളർ കിട്ടും. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് ചെയ്യാവുന്ന. അല്ലെങ്കിൽ കളറൊക്കെ നമ്മൾ ചേർക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് എന്താ ചെയ്യണ്ട, കമത്താം. ഓക്കെ, അപ്പം നമ്മൾ പതുക്കെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി പൊക്കാമണാണ്. പണിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഇത് ഇരുട്ടായിപ്പോയി, സമയം പോയി. മുകളിൽ കുറച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കമത്തിയപ്പോൾ കുറച്ച് ബിരിയാണി സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയായിരുന്നു. ഞാൻ ഇച്ചിരി പയ്യെ തിരിച്ചു വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കണ്ട. ഇത്ര നേരം നമ്മൾ ബുദ്ധിമുട്ടിയൊക്കെ ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ ഈ സൈഡിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ നിന്ന് കുറച്ച് ചോറും കുറച്ച് മസാലയും കൂടി ഇങ്ങനെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ എടുത്തിട്ട് ഇതണ്ട ഇതിങ്ങനെ എടുക്കുന്നു. എൻ്റെ പൊന്നൊക്കെ ഹെവി വേണ്ട. അടിപൊളി. അതായത് വെജിറ്റബിൾ ബിരിയാണി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ബീഫ് ബിരിയാണിയെ തോപ്പിക്കണ പോലെ ഉണ്ടാക്കണം. നീ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നമ്മൾ ബിരിയാണി കമത്തിയപ്പോൾ ഇച്ചിരി ഇത് പറ്റി, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ താമസിച്ച്, എന്നാലും കുഴപ്പമില്ല. സംഭവം അവസാനം ഫിനിഷിങ് അടിപൊളിയായിട്ടുണ്ട്. ഒന്നും കൂടി തിന്നോക്കട്ടെ, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജീരകശാല അരിയുടെ ഒരു ഇതും കൂടി ഉണ്ട് നല്ലപോലെ. ഒരു ശീലം. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും പറഞ്ഞ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ എൻ്റെ സാറേ.